ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഒരു സൽക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അനുഭവം വേണ്ടുന്നത് എൻ്റെ കൂടെ. ഇപ്പോൾ സ്ക്രീൻ 4-ലാണ് കേട്ടോ, വേറെ എങ്ങുമില്ല ഈ സിനിമ ഷോ. അപ്പോൾ അനുഭവത്തെ ഒരു പോപ്കോണും ഞാനൊരു കപ്പയും വെള്ളവും മേടിച്ചു തന്നിട്ട് 160. ഞങ്ങൾ അമ്മയും അനുഭവമായിട്ട് പ്രേമലും 3-ാമത്തെ തവണ കാണാൻ വരുന്നുണ്ട്. അത് സ്ക്രീൻ 2-ലാണ് കേട്ടോ, അത് അവിടെ. ഞങ്ങളുടെ സിനിമ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഞങ്ങളൊരു സിനിമ 3-ാമത് കാണാൻ പറ്റുമെങ്കിൽ ഈ തിയേറ്ററും കൂടി ഇനി ഡോൾബി അറ്റ്മോസ് ആക്കി കഴിഞ്ഞാൽ, ലേസർ ആക്കി കഴിഞ്ഞാൽ സെറ്റായി. ഇതിപ്പോൾ ലേസറും അല്ല ഡോൾബി അറ്റ്മോസും അല്ല, അതാണ് പ്രശ്നം. 3/4 ഓഫ് ദ തിയേറ്റർ ഫിൽഡ് ആയിരുന്നു. സിനിമയ്ക്ക് നല്ല ആളുണ്ടായിരുന്നു, എല്ലാ രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ. ലേസർ അല്ലെങ്കിൽ പോലും അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള പ്രൊജക്ടറാണ് ക്രിസ്റ്റി CP2215. അപ്പോൾ സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. പടം ഒരു ചെറിയൊരു പടമാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ബാക്ക്ഡ് ബൈ നല്ല പെർഫോമൻസുകൾ. കുറച്ച് ആളുകളുടെ പേര് എനിക്ക് തീർച്ചയായിട്ടും എടുത്ത് പറയാനുണ്ട്. നമ്മുടെ മിന്നൽ മുരളിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, നമ്മുടെ വില്ലൻ്റെ നായികയായിട്ട് അഭിനയിച്ച ആ നടി ഉൾപ്പെടെ കുറച്ച് ആൾക്കാരെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് അജു വർഗീസിൻ്റെ പെർഫോമൻസ് ചെറുതാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സുബീഷ് സുധി, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആയിപ്പോയി. പുള്ളീനെ പല സിനിമകൾ ചെറിയ റോളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ പുള്ളിയെ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഡയറക്ടർ ഉദ്ദേശിച്ചത്. അത് വളരെ മനോഹരമായിട്ട് ഈ സുബീഷ് സുധി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് നല്ലൊരു ആലോചിച്ച് എടുത്ത ഒരു ബോൾഡ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. കാരണം ആരെ പോലെയും അനുകരിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആക്ടിങ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് തന്നെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു പടത്തിൽ. പിന്നെ ഷെല്ലി എൻ കുമാർ, ശ്യാമ എന്നുള്ള കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ മിന്നൽ മുരളിയിലും പുള്ളിക്കാരിയുടെ റോള് കണ്ടിട്ടുള്ളതാണ്, വേറെ ഒരുപാട് സിനിമകളിലും പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ട്. കൊടുക്കുന്ന റോള് നല്ല വൃത്തിക്കും മെനക്കും ചെയ്താണ് ആ ആക്ട്രസ് എന്നും പെർഫോം ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൗരി ജി കിഷൻ കൊടുത്ത റോള് വളരെ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗൗരിയുടെ ചില സിനിമകളുടെ പെർഫോമൻസ് എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. വളരെ ക്യൂട്ടാണ് സംഭവം ഒക്കെയാണ് ആക്ട്രസ്, പക്ഷേ ചില റോളുകൾ എനിക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഗൗരിക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഗൗരി വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഗൗരിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആശാ വർക്കറാണ്, ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഈ ആശാ വർക്കറായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ചേച്ചിമാർക്കും അല്ലാത്തവർക്കും ഒക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഗൗരി അനുഭവിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഗൗരിയുടെ ക്യാരക്ടറിൻ്റെ പേര് ദിവ്യ എന്നാണ്. അപ്പോൾ ദിവ്യ അനുഭവിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആശാ വർക്കറായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ആശാ വർക്കർ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ പദ്ധതികളൊക്കെ ആയിട്ട് ചെല്ലുന്നവർ നേരിടുന്ന കമൻറ്റുകൾ, ഓരോ ആൾക്കാരുടെ ഇവരോടുള്ള സമീപനം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്, അത് വൃത്തിക്ക് ചെയ്തു വെച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇത് കുറച്ചും കൂടി അറിയപ്പെടുന്ന കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുള്ള് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്കൊരു തോട്ട് തോന്നി. എന്നാലും ഇവർ ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടർ, ജാഫർ ഇടുക്കി ഒന്നും മോശമായിട്ട് അഭിനയിച്ച് ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. പിന്നെ ദർശന എസ് നായർ, എനിക്ക് അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോട്ടെ ആരാണെന്നുള്ളത്. നമ്മുടെ ലാൽ ജോസ് പിന്നെ ഇതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു റോളാണെങ്കിൽ പോലും നല്ല തരക്കേടില്ലാത്ത നല്ലൊരു റോളായിരുന്നു. ദർശന എസ് നായർ ആരാന്ന് നോക്കട്ടെ, എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല ആളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിലൂടെ വന്നതാണ്. ഓക്കെ ഈ സോളമൻ്റെ തേനീച്ചലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. വർഷങ്ങൾക്ക് ശേഷത്തിലും അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ. നമ്മുടെ റിയാലിറ്റി ഷോയിലൂടെ വന്നതാണ്. റിയാലിറ്റി ഷോ നായകനും നായിക ആ ഇതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ലാൽ ജോസും ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ആ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരിക്ക് ചെറിയൊരു റോളാണ് അഭിനയിക്കാനുള്ളത്. ആ റോളും പുള്ളിക്കാരി വളരെ നീറ്റായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു പെയർ അല്ലെങ്കിൽ ഒരു ലവർ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിട്ട് കാണിക്കുന്ന, എനിക്ക് ആ ക്യാരക്ടർ ഇതിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലവറാണോ ഹസ്ബൻഡാണോ പെയറാണോ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു കപ്പിളാണ്, അത്ര എനിക്ക് മനസ്സിലായി. ആ ഒരു കപ്പിൾ ആയിട്ട് എതിരെ നിൽക്കുന്ന ആളുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര മീഡിയോക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു പെർഫോമൻസസ് എനിക്ക് ഇവരുടെ ഇടയിൽ ഓഡ് വൺ ഔട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതല്ലാതെ പിന്നെ ഇതിനകത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറിനയിലുള്ള മച്ചാൻ ഇതിനകത്തുണ്ട്.
പുള്ളിയുടെ പേര് നോക്കട്ടെ, വിനീത് വാസുദേവൻ. മറ്റേ അർജുൻ റെഡ്ഡി സ്പൂഫ് ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു നമ്മുടെ സൂപ്പർ ശരണ്യയിൽ. എന്താണ് പുള്ളിനെ വേറെ കുറേ സിനിമയിലും കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് പൂവനിലും ഉണ്ട് തോന്നുന്നു പുള്ളി. എന്നാൽ വേറെ 2 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പുള്ളി വളരെ നീറ്റായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ പറയില്ല അത് മോശം ഒന്നും പറയാനൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. സിനിമ നല്ലൊരു കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അടുത്തിറങ്ങിയ കുറേ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ വെച്ചേക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയിട്ട് എനിക്ക് അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇത് സിനിമ തിയേറ്ററിൽ തന്നെ കാണണോ അല്ലെങ്കിൽ ഇത് തിയേറ്റർ ഡിമാൻഡ് അല്ലെങ്കിൽ തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്താലേ ഇതുപോലെയുള്ള ചെറിയ സിനിമകൾ ഇനിയും ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു നേട്ടമായി പ്രൊഡ്യൂസറിന് തോന്നിയാലല്ലേ ഇതുപോലെയുള്ള ചെറിയ സിനിമകളൊക്കെ ഓരോ പ്രൊഡ്യൂസർമാർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ഈ സിനിമ വളരെ ഇഷ്ടപ്പെടും. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ പോലും സിനിമയ്ക്ക് ശേഷം കൈയടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ നേരെ ഫ്രണ്ട് ഇരുന്ന് വെച്ചാൽ കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ എനിക്കൊന്ന് മേ ബി സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുറേ പിള്ളേരാണ്, വളരെ യങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവർ പോലും സിനിമ കഴിഞ്ഞ് നല്ല രീതിയിൽ കൈയടിച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താണ് ഈ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മച്ചാൻ്റെ, അതായത് സുബീഷ് സുധി ചെയ്തിരിക്കുന്ന പ്രദീപ് എന്നുള്ള ക്യാരക്ടറിൻ്റെ 4 പിള്ളേരുണ്ട്. ആ 4 പിള്ളേരും നല്ല രസമായിട്ട് അഭിനയിച്ചത്. അതിനകത്ത് ഒരു മച്ചാൻ നമ്മുടെ ഇത് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനിലെ ചെറുപ്പകാലം അഭിനയിച്ച ആളാണ്. മച്ചാനിപ്പോൾ ഹൈറ്റൊക്കെ വെച്ചു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ട് ഈ സിനിമയിൽ. ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്, ഒരുപാട് ചിരിക്കാനുണ്ട്. എന്നാൽ കുറേ ചിന്തിപ്പിക്കുന്ന സിനിമയും കൂടിയാണ്. ഈ പോപ്പുലേഷൻ കൺട്രോൾ അങ്ങനെ കുറേ സംഭവത്തെ പറ്റിയാണ്. ഞാൻ അത് റിവീൽ ചെയ്യുന്നില്ല, ഇത് അതിൻ്റെ ഒരു കോർ കാര്യം അതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ കാണുന്നതിലേക്ക് ഒരു അർത്ഥമില്ലാതെ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ റിവീൽ ചെയ്യാത്തത്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി അനുഭവിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, അതെന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് നെറേറ്റീവ് ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാവും. എന്നാൽ ഈ സിനിമയുടെ നെറേറ്റീവ് അങ്ങനെ സ്ലോയും അല്ല. പക്ഷേ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഞാൻ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂറും 55 മിനിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റായി എഴുതിയിരിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് 1 മണിക്കൂർ 55 മിനിറ്റിൻ്റെ ഒരു ഫീലല്ല കിട്ടിയത്. ഒരു 2.5 മണിക്കൂർ ഒരു സിനിമ കണ്ട ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് എനിക്ക് തോന്നണത്, എനിക്കൊന്ന് ഇതിൻ്റെ എഡിറ്റിംഗ് ശൈലിയോ അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ടയർസമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ക്ഷമ നശിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ചിന്തിക്കില്ലായിരുന്നു അതിനെപ്പറ്റി. ആ ഡ്യൂറേഷൻ 1:55 കണ്ടു പോയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇത് അതിൽ കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ വന്നത്. അപ്പോൾ അതിനിപ്പോൾ ബുക്ക് മൈ ഷോയിൽ തെറ്റിപ്പോയതാണോ ശരിക്കും 2.5 മണിക്കൂർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നോക്കിയാൽ എല്ലായിടത്തും 1:55 കാണിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ടൈം ഞാനിപ്പോൾ ആലോചിച്ച് ഞാൻ എത്ര മണിക്കാണ് ഷോയ്ക്ക് പോയെന്നുള്ളത് മറന്നുപോയി. 4 മണിക്കാന്ന് തോന്നുന്നത്. അപ്പോൾ 4 തൊട്ട് 5, 5:30 അപ്പോഴും ആഡപ്പാവുന്നില്ലല്ലേ. എനിക്ക് 2 മണിക്കൂറിന് മുകളിലുണ്ടെന്ന് തോന്നണം സിനിമ. 4 മണിക്കായിരുന്നു എൻ്റെ ഷോ എന്തായാലും. എനിവേസ് ഇപ്പോൾ സമയം 6:50 ആവാറായി. എനിവേസ് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മാത്രം എനിക്ക് ഫീൽ ആയത്. അതൊരിക്കലും സിനിമ കാണാതിരിക്കാനുള്ള കാരണം അങ്ങനെയായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു 1:55 കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. പിന്നെ വേറെ കാര്യം ഇതിനകത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള എന്താ പറയുക സിനിമാറ്റോഗ്രഫിയോ അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനോ അത് അങ്ങനത്തെ ഒരു പടമല്ലേ. ഇത് ഒരു കാര്യം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രേക്ഷകരിലേക്ക് ഈ ആശാ വർക്കേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ഈ അയൽക്കൂട്ടം ആൾക്കാരുടെ കുറച്ച് എന്താ പ്രവണതകളും അവർ വായി തോന്നി വിളിച്ചു പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചില ഉൽപ്പന്നങ്ങൾ എന്തെങ്ങളുടെ അവസ്ഥയും കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വെറുതെ അല്ല ഇതിൻ്റെ പേര് മാറ്റിയതെന്ന് എനിക്ക് തോന്നണം. കാരണം ശരിക്കും പറയുന്ന സിനിമയുടെ പേര് ആദ്യം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. അത് സെൻസർ ബോർഡ് എത്തിയപ്പോഴേക്കും അവർ ഭാരതം എന്നെന്തോ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കി. അപ്പോൾ ഇതെവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ സ്ഥലത്ത് എന്താ പോസ്റ്ററിലും അതും ഇതൊക്കെ ഭാരതം എന്നുണ്ടോ അവിടെ കൊണ്ടുപോയി
എന്താണ് ഇതിൻ്റെ മേക്കേഴ്സായിട്ടുള്ള ആൾക്കാർ ആർട്ടിസ്റ്റൊക്കെ ഉൾപ്പെടെ ഇവിടെ കൊച്ചിയിൽ പാലാട്ടം പാലത്തിൻ്റെ അടിയിൽ അവിടെ ഓപ്പോസിറ്റ് കോസ്മോസിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഉള്ള പോസ്റ്ററിലൊക്കെ കൊണ്ടുവന്ന് ആ ഭാരതം മറച്ച് ബ്ലാക്ക് വെച്ച് ഒട്ടിക്കണുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നീട് വന്ന പോസ്റ്ററിലൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ ഈവൻ ബിഗ് മൈ ഷോയിലുള്ള പോസ്റ്ററിൽ പോലും ഭാരതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് സ്റ്റിക്കർ ഒട്ടിച്ച പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നണത് ഇതായിരിക്കും. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനെ സിനിമ കാണിച്ചുകൊണ്ട് അത് ഗവൺമെൻറ്റിന് ഒരു മോശപ്പേരാകും, അല്ലെങ്കിൽ എന്താണ് ആ ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും എനിക്കങ്ങനെ തോന്നിയത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ സിനിമ എൻഡ് ചെയ്യുന്ന നോട്ട് അത് വെറൈറ്റി, അതായത് അതിലൊരു നർമ്മം ഉണ്ടായിരുന്നു. ഒരു സാധനം ഇങ്ങനെ എഴുതി കാണിക്കുക, അത് വായിച്ച് കഴിയുമ്പോൾ ആർക്കെങ്കിലും ചിരി വന്നു പോകും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവം. പിന്നെ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു സർക്കാർ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള എന്താ പേര് വന്നു എന്നുള്ളത് ലാസ്റ്റ് സിനിമയുടെ വെരി ലാസ്റ്റ് എന്താണ് ഒരു 10 സെക്കൻഡ്സിലാണ് അത് കാണിക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു 10 സെക്കൻഡിൽ ഒന്നും കൂടി ഇരുന്ന് ആലോചിക്കും, ഓ അതാണല്ലേ പേര് വന്നതെന്നുള്ളത്. അങ്ങനത്തെ സാധനമുണ്ട്. ഇതൊരു ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കോർട്ട് റൂം ഒരു ഡ്രാമയിലേക്ക് പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം സിനിമ ഇന്ത്യ നേരത്തെ ഒരു സാധനം ഒരു ഇങ്ങനെ ഭാരത സർക്കാരിൻ്റെ സീല് പോലെ ഒരു ഗവൺമെൻറ് സീല് പോലൊരു സീലിലാണ് പടത്തിൻ്റെ പേര് ഒന്നും കൂടി എഴുതി കാണിക്കുന്നത്. ഈവൻ ലാസ്റ്റ് ഇടവേള ടൈമിലും എഴുതി കാണിച്ചപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് എഴുതി കാണിച്ചേക്കുക. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. എന്തായാലും ഒരു ലൈറ്റ് ഹാർട്ടഡ് പടോടെ, നല്ല പടം, നല്ല സിനിമ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സിനിമ, ഒട്ടും എന്താ പറയുക ഒട്ടും മാർക്കറ്റ് ചെയ്യപ്പെടാത്തൊരു സിനിമയാണെന്ന് തോന്നുന്നത്. ഇത് വന്നത് എന്താണ് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കാണാൻ വലിയൊരു കാരണം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ്റെ ചാനലിൽ വന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല, പകരം ഞാൻ കണ്ടത് അതിൻ്റെ തംബ്നെയിൽ. ആ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഒന്ന് കണ്ട അഭിപ്രായം പറയണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ മെയിനായിട്ട് കാണാൻ പോയത്. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെന്നെങ്കിൽ അഭിപ്രായം പറയുക. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് മാത്രം അഭിപ്രായം ഇട്ടാൽ മതി. ഈ സിനിമ വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഏതൊരു സിനിമയുടെ അഭിപ്രായം പറയാൻ വരുമ്പോൾ മിനിമം കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടിരിക്കണമെന്നല്ല. ചില ചാനലിൽ ചില റിയാക്ഷൻ വീഡിയോ ഇടുന്ന കുറച്ച് ടീമുകളുണ്ട്, ഭൂതം ചെകുത്താന്നൊക്കെ പേരുള്ള അവന്മാർ ഈ പടം പോലും കാണാതെ വന്നിട്ട് വളവള പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനത്തെ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്താൽ അത് ഞാൻ മാനിക്കത്തുമില്ല. പിടിച്ചാൽ തൂക്കി എറിയൂടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. നാളെ വേറെ വീഡിയോ കാണാം.